ആഹാ, അമ്മയ്ക്ക് കിട്ടിയ അവാർഡ് ഇത്രയും ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന ഒരു മകനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അയ്യോ നോ മാഡം, ഇതേ അവാർഡിന്റെ ആഘോഷമല്ല, നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ട മറ്റൊരു ചടങ്ങിന്റെ ആഘോഷമാണ്. എങ്ങനെ? നമ്മൾ എല്ലാവരും കൂടി പങ്കെടുക്കേണ്ട മറ്റൊരു ചടങ്ങിന്റെ ആഘോഷമാണ്. എന്താ സൂര്യ നീ പറയുന്നത്? ഷൂ അച്ഛാ, ഈ ഫംഗ്ഷൻ നമുക്കൊന്ന് ഗംഭീരാക്കണം. ഇത്രയും ആളുകൾ ഒന്നിച്ചു വന്നിരിക്കല്ലേ, അവരുടെ സന്തോഷം നമുക്ക് ഇരട്ടിപ്പിക്കണ്ടേ? ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീട്ടിൽ ഒരാളുടെ ബർത്ത്ഡേ ആണ്. അതും കൂടി ഇവരുടെ സംഭവത്തോടെ നമ്മൾ ആഘോഷിക്കുക. അല്ല അതെ, അതുകൊണ്ട് കുഴപ്പമുണ്ടോ മാഡം? നോ പ്രോബ്ലം. ആ അതാണ്. നമ്മുടെ ആരുടെയും ബർത്ത്ഡേ അല്ലല്ലോ, പിന്നെ ആരുടെയാ? സോ ഞാൻ നിങ്ങൾക്കൊരു ബിഗ് സർപ്രൈസ് തരാൻ പോവാണ്. വെയിറ്റ് എ മിനിറ്റ്, ഓക്കെ? വാങ്ങിക്കേ. തുറക്കുന്നതിനി തുറക്ക്, ഓപ്പണിങ്. തുറക്കുന്നതിനി ആ തുറക്ക്. എടുക്ക്. ചെറിയൊരു പരിക്ക് പറ്റി കിടന്നപ്പോ ആ അമ്മ അടുത്ത് വന്നിരുന്നത് ഞാൻ കണ്ടതാ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടതാ. അതുകൊണ്ട് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് സാർ എന്ത് പറഞ്ഞാലും അതെനിക്ക് മനസ്സിലാവില്ല. അമ്മയില്ലാത്തതിന്റെ വിഷമം ഉള്ളിൽ കൊണ്ട് നടക്കുന്നൊരു പെണ്ണാ ഞാൻ. എന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും ഒരു പെൺകുട്ടിക്ക് അമ്മ വേണ്ടിയിരുന്ന നിമിഷങ്ങളിലും കൂടെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എത്രയോ രാത്രികള് ഞാനത് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള എനിക്ക് സ്വന്തം അമ്മയോട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ നല്ല സങ്കടമുണ്ട്. അവരവരുടെ വഴിക്ക് വിട്ടേക്ക്, വേദനിപ്പിക്കാതെങ്കിലും ഇരിക്കൂ സാർ. നന്ദിനി മതിയാക്ക്, എനിക്ക് ഈ സംസാരം തുടരാൻ താല്പര്യമില്ല. ഞാൻ പറയും, കാരണം അമ്മ എന്നോടോ. എന്തത്? ഇന്നലെ രാത്രി കഴിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ശരി, നീ ഇവിടെ ഇരി. അയ്യോ, അയ്യോ, എഴുന്നേൽക്കോ. എന്താ പറ്റിയത്? ഒന്നുമില്ല. ആരാ വണ്ടിയിലുണ്ടായിരുന്നേ? അവരെന്തിനാ ഇങ്ങനെ ചെയ്തേ? എന്നെ കൊല്ലാൻ കൊണ്ടുപോയതാ. ഞാൻ ബഹളം വെച്ചപ്പോ എന്നെ ചവിട്ടി പുറത്താക്കി. എന്താ നന്ദിനി? സർ, ഒരു വണ്ടിയിൽ നിന്നും ഇവരാരോ ചവിട്ടി താഴെ ഇട്ടതാ.
ചോദിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആരാ നിങ്ങള്? എന്താ പറ്റിയത്? എന്റെ പേര് കനകേന്ന. ഞാൻ കുട്ടനാട്ടിലുള്ളതാ. അച്ഛന് അതിൽ എതിർപ്പൊന്നുമില്ലല്ലോ? എനിക്ക് എതിർപ്പുണ്ട്. ആരാ ഇവള്? എന്താ ഇവൾക്ക് ഈ വീട്ടിനകത്ത് കാര്യം? ആരോരും ഇല്ലാത്ത പെണ്ണാണ്. ജോലിക്കാരിയായിട്ട് നിർത്താൻ വേണ്ടി. ആരോട് ചോദിച്ചിട്ട്? ജോലിക്കാരിയായിട്ട് നിർത്താമെന്നോ? ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നത്? ഇവളോ? ഈ വീട്ടുവേലക്കാരിയോ? ഇവള് കയറി വന്നതോടെ ഇല്ലാതായതാ ഈ കുടുംബം. എന്നിട്ടാണ് അവള് വേറൊരുത്തെ ക്ഷണിച്ചു വരുത്തിയത്. പറഞ്ഞു വിട്ടേക്ക്. ഇവിടെ ഇപ്പോ ഇങ്ങനെ ഒരാൾ ജോലിക്ക് നിൽക്കേണ്ട കാര്യമില്ല. അച്ഛൻ നോക്കിക്കോ, എന്താ കാരണം ഞാൻ കണ്ടുപിടിക്കും. തിരിച്ച് പഴയതുപോലെ കുടിക്കുകയും ചെയ്യും. കാണിച്ചുതരാം. എന്തൊരു പരാക്രമ സാറെ കാണിച്ചു കൂട്ടുന്നെ. കണ്ട പേടിയാവും. തുടങ്ങിയിട്ട് കുറച്ചു കാലമൊന്നും അല്ലല്ലോ മോളെ. അതിന്റെ തിരിച്ചടികളും ഉണ്ടാവും. എന്നാലും ഇങ്ങനെയുണ്ടോ? രാജു കുഴപ്പമൊന്നും ഉണ്ടാക്കില്ലല്ലോ മോളെ. രാജേട്ടൻ ഞെട്ടിച്ചല്ലേ ആ കയ്പ് വെള്ളം കുടിച്ചിട്ട് ദേഹത്ത് ഭദ്രകാളി കയറിയ മാതിരിയെ കാണിച്ചു കൂട്ടിയത്. അതോടുകൂടിയാ സൂര്യ സാറ് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാൻ തുടങ്ങിയത്. നമുക്ക് നോക്കാം മോളെ. ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് 2-3 ദിവസം അവനെ ഇതിൽ നിന്നൊന്നും മാറ്റി നിർത്താൻ പറ്റിയ നമുക്ക് അവനെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റും. പറ്റും സാർ. ഞാൻ സൂര്യ സാറിനെ കൊണ്ട് ഈ ശീലം ഉപേക്ഷിപ്പിക്കാം. എന്നിട്ട് വേണം എനിക്ക് പോകാൻ.